ഇത്രയും പൊളൈറ്റായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിനെ ഞാൻ ആദ്യമായിട്ടാണ്. ചന്ദ്രചൂട് ശിവശങ്കര. പാലക്കാട് വന്ന സ്ഥിതിക്ക് എന്തായാലും കോയമ്പത്തൂർക്ക് അധികം കിലോമീറ്ററുകളൊന്നുമില്ല. കോയമ്പത്തൂർ വന്ന സ്ഥിതിക്ക് നമ്മുടെ ശിവേട്ടനെ കാണാണ്ട് നമ്മൾ പോണതും ശരിയല്ല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ഫ്യൂൽ എഞ്ചിനീയർ 613. എങ്ങനെ നോക്കിയാലും ഈ ഒരു യാത്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഇതുപോലെയുള്ള ചെറിയ ചെറിയ യാത്രകൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ്. കാരണം നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലുള്ള യാത്രകൾ തന്നെയാണ്. ഒരുപാട് സ്ട്രെസ്സായിട്ടൊക്കെ നിൽക്കുന്ന ആ ഒരു ടൈമിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം, അത് എപ്പോഴും അടിപൊളി തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം വണ്ടിക്കൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും പറയാനില്ല. അതൊക്കെ ഒരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഇത് തന്നെ എന്നൊക്കെ പറയാം. അടിപൊളി തന്നെ. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഇവിടുന്ന് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരെ എന്തായാലും പാലക്കാട് വരെ വന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 73 കിലോമീറ്റർ കൂടിയുണ്ട്. അപ്രോക്സിമേറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 കിലോമീറ്റർ എങ്ങനെയെങ്കിലും പോകും. നമുക്കൊന്ന് ശിവേട്ടൻ്റെ സ്ഥലം വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മുടെ മൈൻഡ് എത്രത്തോളം റീഫ്രഷ് ആക്കാനായിട്ട് നമ്മൾ ഇതുപോലുള്ള യാത്രകളെ കൊണ്ട് നമുക്ക് പറ്റും. സോ എങ്ങനെയാണെങ്കിലും ഇതുപോലുള്ള യാത്രകൾ പോകാൻ ശ്രമിക്കാം. നല്ല നല്ല യാത്രകൾ. എൻ്റെ എന്തൊക്കെ കൊണ്ടും ഇതൊക്കെ നോക്കി ചുറ്റിനും മലയാണ്. ഉള്ള വ്യൂ ഫുള്ള് മലയാണ്. ഇങ്ങനെ ഫുള്ള് വ്യൂ എന്തല്ലേ, അടിപൊളി. ഇവിടെ മല, അവിടെ മല. അതായത് എൻ്റെ ഈ ഒരു റൗണ്ട് ഫുള്ള് മഴയാണ്. അതായത് എൻ്റെ ഈ ഒരു റൗണ്ടായിട്ട് മലയാണ്. ഞാൻ നടുക്ക് ധ്യാനലിംഗ തോന്നുന്നു. ആ ഭാഗത്തൊക്കെ മഴ പെയ്യാന്ന് തോന്നുന്നു. കാരണം അവിടെ ആ ഭാഗത്തൊക്കെ കണ്ടോ, ഫുള്ള് കോടയല്ല, മഴമേഘം തന്നെയാണ്. റെയിൻ ഫോറസ്റ്റ് ആയിരിക്കുള്ളൂ, ഫോറസ്റ്റിൽ മഴ പെയ്യുന്നുണ്ടാവും. നമ്മളെ ശിവേട്ടൻ്റെ അടുത്ത് എത്തിയിട്ടാ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഇത് ധ്യാനലിംഗമെന്ന് തോന്നുന്നു. ഇത് ഏത് വഴിയാണ് കയറണ്ടേ? വഴിയല്ല, ഇപ്പം നേരേക്ക്. അതെ, ഇത് വഴിയാണ്. എന്നോട് പൈസ ഒന്നുമില്ല. മച്ചൻ ധൈര്യമായിട്ട് കയറി പോകാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. അവിടെ നിൽക്കുക, അതാ അവിടെ ആളുണ്ട്, അതുകൊണ്ടാണ്. അയ്യോ പണിപാടി. കാണിക്കണോ അത് എവിടെയെങ്കിലും? ഇത് ഞാൻ ചന്ദ്രചൂട ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. അയ്യവാ നമ്മുടെ ശിവട്ടെ. ഞാൻ ബാക്ക് സൈഡ്, ഞാൻ എപ്പോൾ വന്നാലും എനിക്ക് വഴി തെറ്റുന്നത് ഞാൻ ബാക്ക് സൈഡ് വഴിയാണ് വരണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലൂടെ വരണം. അതൊരു വൈബ് തന്നെയാണ്. അവിടുത്തെ ഇതിൽ കയറാൻ പറ്റുന്നത്. പോകുമ്പോൾ ആ വഴി പോകാം. ഇവിടെ 10 രൂപയാണ് മെയിനായിട്ട് 2 വീലേഴ്സിന് വരുന്നത്. ബാക്കി കാറ് ഇങ്ങനെ വണ്ടിയുടെ ഇത് വരുന്നതിനനുസരിച്ചിട്ട് എമൗണ്ട് മാറും. ഇന്ന് ഇട ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ആൾക്കാരില്ല. ശല്യമില്ലാണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒന്നിട്ട് അറിയായിരുന്നു വണ്ടിയുടെ അവസ്ഥ. എനിക്കിഷ്ടമല്ല ഇങ്ങനെ ഈ കുണ്ടും കുഴിയിലൊക്കെ ഇട്ടൊക്കെ വണ്ടി ഓടിക്കാന്ന്. എനിക്ക് എപ്പോഴും നല്ല റോഡുകൾ കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെയിനായിട്ട് ഞാൻ ഈ ഹൈ റേഞ്ച് പോകാനായിട്ട് ഇഷ്ടമില്ലാത്തൊരു കാര്യം. കാരണം എനിക്ക് കുണ്ടും കുഴിയൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കുക, കംഫർട്ടായിട്ട് വണ്ടി ഓടിക്കുക.
ഇതാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ ഈ കുണ്ടും കുഴി പ്രാന്ത് പിടിക്കും മനുഷ്യൻ. സുന്ദരതര അവിടെ കാറ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇന്നൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ പൊളൈറ്റായിട്ട്, ഇത്രയും പൊളൈറ്റായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിനെ ഞാൻ ആദ്യമായിട്ടാണ്. വളരെ പൊളൈറ്റായിട്ടൊക്കെ വന്ന് സംസാരിച്ചിട്ട് അതായത് പുള്ളിയുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സേവ് സോയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതായത് സദ്ഗുരുവിൻ്റെ 100 ദിവസം കൊണ്ട് 30,000 കിലോമീറ്റർ റോഡ് ട്രിപ്പാണ്. അപ്പം അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് സോയിൽ, മണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് ഞാൻ ശരിക്കും ഇതായി പോയി. കാരണം എന്താ വെച്ചാൽ പുള്ളി വന്ന് കുറച്ച് നേരം അവിടെ നിന്നു. എൻ്റെ അടുത്ത് വന്ന് ഞാൻ എൻ്റെ ഇതൊക്കെ മാറി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ടൈമിൽ ഒക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായെന്ന് പുള്ളിക്ക് മനസ്സിലായപ്പോഴാണ് പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെയാണ് ഒരു ഇതാണ്. വളരെ പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പൊളൈറ്റായിട്ട് വന്നിട്ട് ചോദിച്ചു പൊട്ടിച്ചോട്ടേന്ന് ചോദിച്ചു. പറഞ്ഞു പൊട്ടിച്ചോളാൻ പറഞ്ഞു. കാര്യങ്ങളൊക്കെ എന്ത് മനുഷ്യനാണ് നോക്കണേ. ഇമാതിരി ആൾക്കാർ, ഇവിടെ ഉള്ള ഒട്ടുമിക്ക ആൾക്കാർ ഇങ്ങനെയാണ് വളരെ ശാന്തമായിട്ട്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന പോലും ഒന്നും അല്ല അവർ സംസാരിക്കും. നമ്മൾ കുറച്ചും കൂടെ അടുത്ത് നിന്നാലേ അവരുടെ ആ ഒരു നോർമലായിട്ട് സംസാരിക്കുന്ന ആ ഒരു നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ മനുഷ്യന്മാർ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് ദ ഫ്യൂൽ ഇൻജെക്ടർ 613. സ്റ്റേ ട്യൂൺ. ബൈ.